ശബരിമലയിലെത്തുന്ന വിഐപികൾക്ക് പ്രത്യേക പരിഗണന നൽകാതിരിക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ്. സുപ്രീംകോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ ദർശനത്തിന് പ്രത്യേക സൌകര്യം ഒരുക്കി നൽകേണ്ടിവരും. ഭക്തരുടെ ദർശനം തടസ്സപ്പെടുത്താതെ ഇതിനുള്ള ക്രമീകരണം ഒരുക്കുകയാണ് ബോർഡ് ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. നടൻ ദിലീപിന് നൽകിയ പ്രത്യേക പരിഗണനയോടെയാണ് ശബരിമലയിലെ VIP ദർശനം വീണ്ടും ചർച്ചയായത്. ഭക്തരുടെ ദർശനം തടസ്സപ്പെടുത്തി താരത്തിന് സൌകര്യമൊരുക്കിയത് ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. ഓരോ ദിവസവും നിരവധി പ്രമുഖരാണ് സന്നിധാനത്തെത്തുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാർ മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, താരങ്ങൾ തുടങ്ങിയവരും സന്നിധാനത്തെത്തുന്നുണ്ട്. ഇവർക്ക് പ്രത്യേക പരിഗണന നൽകാതിരിക്കാനാകില്ലെന്നാണ് ബോർഡിന്റെ നിലപാട്. സുപ്രീം കോടതി ജഡ്ജിമാർ വരുന്നുണ്ട്, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ വരുന്നുണ്ട്, മന്ത്രിമാർ വരുന്നുണ്ട്, MLA മാർ വരുന്നുണ്ട്, രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ, അങ്ങനെ ഒരുപാട് പേര് വരും. മറ്റ് ഇന്ത്യയിലെ മറ്റ് അമ്പലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ചില പ്രോട്ടോകോൾ ക്രമീകരണങ്ങൾ ഇവിടെയും വേണ്ടി വരും. പക്ഷെ അത് ഒരു ഭക്തജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരിക്കും. തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു ഇന്നലെ രാത്രി സന്നിധാനത്ത് ദർശനം നടത്തി. സുപ്രീം കോടതി ജഡ്ജി രാജേഷ് ബിന്ദൽ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. മറ്റു ഭക്തരുടെ ദർശനം തടസ്സപ്പെടുത്താതെയായിരുന്നു ഇവർക്കുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയത്. വരും ദിവസങ്ങളിലും കൂടുതൽ വിഐപികൾ സന്നിധാനത്തെത്തുമെന്നാണ് വിവരം. ദിലീപ് വിഷയത്തിൽ ഹൈക്കോടതി അന്തിമമായി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അരുൺ പാലോടിനൊപ്പം G ശ്രീജിത്ത്, News 18 സന്നിധാനം. പമ്പ നിലയ്ക്കൽ പാതയിൽ നിലയുറപ്പിച്ച് കാട്ടുകൊമ്പൻ. തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് സമീപം വരെ കൊമ്പൻ എത്തി വാഹനങ്ങൾ ഒതുക്കി നൽകിയതോടെ ആന കാട് കയറി. രാവിലെ 7 മണിയോടെയാണ് കാട്ടാന ഇറങ്ങിയത്.